ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. ലോങ് വീഡിയോ, രണ്ടാമത്തെ വോയിസ് ഓവർ കൊടുക്കുന്ന ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ആദ്യം തന്നെ അത് പറയുകയാണേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യണേ. ഇതൊക്കെ ചോദിക്കാൻ എനിക്ക് അർഹത ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. എൻ്റെ ഫോണിന് ക്ലാരിറ്റി ഒക്കെ കുറവാണ്. നമുക്ക് ഫോണൊക്കെ ഒന്ന് മാറ്റണം, എന്നിട്ട് വേണം വീഡിയോ ഒക്കെ ഒന്നും കൂടെ അടിപൊളിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണേ. അപ്പം നമ്മൾ കാര്യപരിപാടിയിലേക്ക് പോകും. ആദ്യം തന്നെ ഞാൻ അമ്മയ്ക്കുള്ള വെള്ളമാണ് കേട്ടോ, അമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടുവെള്ളമാണ്. അപ്പോൾ അതാണ് ആദ്യം വെക്കാറ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇഡ്ഡലി കുക്കർ എടുത്തിട്ട്, ഇഡ്ഡലി കുക്കറല്ല, കുക്കറുണ്ട് ഇവിടെ, കുക്കർ അത് ഞാൻ ഗ്യാസിലാണ് കേട്ടോ വെക്കാറുള്ളത്. അപ്പം ഇത് നമ്മൾ അലുമിനിയത്തിൻ്റെ ഇഡ്ഡലി തട്ടാണ് കേട്ടോ. അപ്പോൾ അത് വിറകടുപ്പിലാവുമ്പോൾ അതാണല്ലോ കുറച്ചുകൂടി ഈസി, കരി പിടിക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഇഡ്ഡലിക്ക് അതിൽ റെഡി ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഇതിൽ കുറച്ച് എണ്ണമേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. എന്നാലും ലീവുള്ള ദിവസമൊക്കെ ഇതാണല്ലോ നല്ലത്. പിന്നെ ഞാൻ അരി എടുത്തിട്ട് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ ഭയങ്കര വേവാണ് കേട്ടോ. ഈ അരിക്ക് കുറവ് അരിയാണ് അധികം വെക്കാറുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകാനും വേണ്ടിയിട്ട് അവിടെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു സാമ്പാറാക്കാമെന്ന് വിചാരിച്ചിട്ടു. അധികം ചമ്മന്തിയൊക്കെയാണ് ഇവിടെ നിന്ന് ഉണ്ടാക്കാറ്, ചട്നി ഇല്ലേ അതാണ് ഉണ്ടാക്കാറ്. പിന്നെ ഞാൻ വിചാരിച്ചു സാമ്പാർ തന്നെ ആക്കാം, ലീവുള്ള ദിവസമായതുകൊണ്ട്. ഇതൊരു സൺഡേ എടുത്ത വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാറാണ് കേട്ടോ റെഡിയാക്കാൻ പോയത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചെറിയ കുക്കറിലായിരുന്നേ പരിപ്പൊക്കെ വേവിച്ചത്. പിന്നെ വിചാരിച്ചു സാമ്പാറാകുമ്പോൾ കുറച്ചുകൂടെയൊക്കെ അധികമായിട്ട് ഉണ്ടാവില്ല, എങ്ങനെയായാലും ഉണ്ടാവും. അപ്പം പിന്നെ ആ ചെറിയ കുക്കറിൽ തികഞ്ഞിട്ടില്ലെങ്കിലോ വിചാരിച്ച് വലിയ കുക്കറിലേക്ക് മാറ്റിയിട്ടോ. പിന്നെ നമ്മളെ ചോറൊക്കെ വെക്കാൻ അത് നന്നായിട്ട് അടച്ച് ഇൻഡക്ഷൻ കുക്കറിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അത് അവിടെ നിന്ന് ആയിക്കോളൂ കേട്ടോ. പിന്നെ ഗ്യാസിൽ വെച്ചാലും ഒരുപാട് വേവല്ലേ, അപ്പോൾ ഇൻഡക്ഷൻ കുക്കറാകുമ്പോൾ പ്രശ്നമില്ലല്ലോ വെച്ചിട്ട് അതിലാണ് കേട്ടോ വെച്ചത്. പിന്നെ എന്താ വെച്ചാൽ ഇതാ നമ്മളെ കുക്കറിലുള്ള കഷ്ണങ്ങളൊക്കെ രണ്ട് വിസിലടിക്കുകയുള്ളൂ. 2-3 ഇല്ല കേട്ടോ, 2 വിസിൽ. അതായത് നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വന്നാൽ മതിയല്ലോ. പിന്നെ ഞാൻ അടുപ്പിലിൻ്റെ അടുത്ത് പോയി നോക്കിയിട്ടോ, എന്തായി നമ്മൾ ഇഡ്ഡലീൻ്റെ അവസ്ഥ എന്ന് പോയി നോക്കാൻ പോയതാണ്. അപ്പോൾ അത് ഇഡ്ഡലിയൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് സാമ്പാറിലേക്ക് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തേങ്ങയും ചെറിയുള്ളിയും പിന്നെ എന്തായിരുന്നു നമ്മുടെ വെളുത്തുള്ളിയും പിന്നെ ഉലുവയും ഉഴുന്നും കറിവേപ്പിൻ്റെ ഇലയും അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് നല്ല സിമ്മിലാക്കി ഇട്ടിട്ട് അത് അടുപ്പത്തായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതും മാറ്റി അടുപ്പിൽ കുറച്ച് അത്യാവശ്യം ഇതുണ്ടായിരുന്നു, നല്ല തീ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കുടുക്ക വെച്ചിട്ട് അതിൽ സാമ്പാറാക്കി, അതിൽ മുരിങ്ങക്കായൊക്കെ ഇട്ട് വെച്ച് കൊടുത്തു. അതിനി നന്നായിട്ട് അവിടെ നിന്ന് വേവും കേട്ടോ. പിന്നെ ഇഡ്ഡലിയൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിയൊക്കെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളെ ഇരുമ്പ് ചീഞ്ചട്ടിയിലാണ് കേട്ടോ ഇത് വറുത്തത്. അപ്പം ചൂടാറാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സാധാരണ അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവരിങ്ങനെ സാമ്പാറിൽ അമ്മയും അമ്മേൻ്റെ ചേച്ചിയും അവരെല്ലാവരും ഇങ്ങനെ സാമ്പാറും ഉണ്ടാക്കുന്ന സമയത്ത് വെണ്ടയ്ക്കയും വഴുതനയും ഒക്കെ ജസ്റ്റ് ഒന്ന് വഴറ്റാറുണ്ട് കേട്ടോ. ചെറുതായിട്ട് വേണമെങ്കിൽ എണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം, വേണമെങ്കിൽ വെളിച്ചെണ്ണ കുറച്ച് ഒരു സ്പൂണിട്ട് മതി. അപ്പം കുറച്ചുകൂടെ അടിപൊളിയാവും കേട്ടോ സാമ്പാറിൽ ഇത് കഴിക്കുമ്പോൾ. അങ്ങനെ അതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. സിമ്മിലിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്നിട്ട് റെഡി ആയിക്കോളുന്നുണ്ട്. പിന്നെ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി ആകുമ്പോൾ ഓൾറെഡി അതിൽ ചൂടുണ്ടാവുമല്ലോ. പിന്നെ ഞാൻ സാമ്പാർ പൊടി എടുത്തു കേട്ടോ. ഞാനൊരു കുപ്പിയിൽ ഇങ്ങനെ എഴുതി ഒട്ടിച്ചതാണ്, എന്നാലേ മനസ്സിലാവുള്ളൂ സാമ്പാർ ചിക്കൻ മസാല എന്നൊക്കെ കേട്ടോ. അപ്പം സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. കഷ്ടം എന്താ വെച്ചാൽ കറണ്ട് പോയി, പിന്നെ അത് അരയ്ക്കാനൊന്നും പറ്റിയില്ലല്ലോ. അപ്പം ഞാൻ പിന്നെ അങ്ങനെ സാമ്പാർ ഉണ്ടാക്കി കേട്ടോ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. അപ്പം അതിലേക്ക് മല്ലിച്ചപ്പൊക്കെ നന്നായിട്ടിട്ടു. ഇതെന്താ പരിപാടി എന്നറിയോ? ഇത് നമ്മൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടുപ്പിലേക്ക് ലേശം ഇതുപോലെ ചെയ്യാറുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു പോകുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതാണ് അമ്മ. ഇനി അമ്മയെ ഞാൻ കുളിപ്പിക്കാൻ പോവുകയാണേ. അമ്മയ്ക്ക് സുഖമില്ല കേട്ടോ, അമ്മ തളർന്ന് കിടപ്പാണ്. അമ്മയെ ഞാൻ പിടിച്ചിരുത്തിയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുത്തിയാലേ അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റും. അമ്മയുടെ വീൽ ചെയറാണിത്. അപ്പോൾ അമ്മയുടെ ഡ്രസ്സും തോർത്തും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഞാൻ അമ്മയെ കുളിപ്പിച്ചിട്ട് വരാം കേട്ടോ. അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മയ്ക്ക് ഒരു പാൽ ചായ നിർബന്ധമാണ് കേട്ടോ രാവിലെ. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൽ ചായയൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ
അമ്മ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നാമം ചൊല്ലിയൊക്കെ ഇരുന്നോളൂ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മുറ്റമൊക്കെ അടിക്കാൻ പോയി കേട്ടോ. ഇന്നലെ ചെറുതായിട്ടൊന്ന് മഴയൊക്കെ ഒന്ന് ഇങ്ങനെ ചാറിയതുകൊണ്ട് മുറ്റത്തിനൊക്കെ ചെറിയ നനവുണ്ടേ, എന്നാലും സുഖമായിട്ട് അടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അത്ര മഴയൊന്നും പെയ്യാത്തതുകൊണ്ട്. അപ്പം നമ്മളെ മുന്നിലുള്ള ചെടികളൊക്കെ ഒന്ന് മാറ്റി മാറ്റി ഇങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടോ. സൺഡേ ആണ് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു സമയം കിട്ടുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ഭാഗം മണ്ണുണ്ടേ, നമ്മളെ ഇൻ്റർലോക്ക് കഴിഞ്ഞിട്ട്. അപ്പം അതും ഇതേമാതിരി അടിച്ചു വാരി അവിടെ കൂട്ടി തീ ഇടാറുണ്ട് കേട്ടോ. ഞാനൊരു സൈഡിൽ തീ ഇടുന്ന സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് തീ ഇടും കേട്ടോ. പിന്നെ റൂമിലേക്ക് വന്നിട്ട് നമ്മൾ ബെഡ്ഷീറ്റും പുതപ്പും വിരിയും തലയണയും എല്ലാം മലക്കുലത്തായിട്ട് കിടക്കുക. എല്ലാവരും ചെറിയ മോനൊക്കെ ഉണ്ട്, അപ്പോൾ അവനൊക്കെ എഴുന്നേറ്റ് പോയതിന് ശേഷം ഈ പണികളൊക്കെ നടക്കുകയുള്ളൂ കേട്ടോ. അപ്പം ഏകദേശം ഒരു സമയമായി കഴിഞ്ഞാലാണല്ലോ അവരൊക്കെ എഴുന്നേൽക്കുക. അപ്പം ആ റൂമൊക്കെ വൃത്തിയാക്കി. ഇത് ഞങ്ങളെ ബെഡ്റൂമിൽ ഞാൻ ചെറിയൊരു മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ അതിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. ഇത് അമ്മയുടെ റൂമാണ്. അമ്മയുടെ റൂം നേരത്തെ കണ്ടില്ലായിരുന്നോ? അപ്പം അവിടെ ഇതേമാതിരി പുതപ്പും വിരിയൊക്കെ തട്ടിക്കൊടഞ്ഞ് നന്നായിട്ടൊക്കെ വിരിച്ചിട്ടുണ്ട്. തലേണയൊക്കെ മാറ്റി. സൺഡേ ആണ് ഞാൻ മാക്സിമം അങ്ങനത്തെ പണികളൊക്കെ ചെയ്യാറുള്ളൂ. ഒരു 5 ദിവസം കൂടുമ്പോൾ മാക്സിമം എല്ലാം മാറ്റാറുണ്ട്. അപ്പം അമ്മേൻ്റെത് അധികം നേരത്തെ ഒരു 2 ദിവസത്തിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് എന്തായാലും എടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ മാറ്റിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതാ ഇനി ബാക്കി പരിപാടികൾക്കൊക്കെ പോകാനുണ്ട്. പിന്നെ ഞാനിതാ ജനവാതിലൊക്കെ അവിടെ അമ്മേൻ്റെ റൂമിൽ ജനവാതിലാണ്, അതൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. അവിടെ ഇതേമാതിരി ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 സ്ഥലത്ത് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് വെള്ളമൊക്കെ കൊടുക്കണം ഇടയ്ക്ക്. പിന്നെ ഇത് അമ്മയുടെ മരുന്നാണ്. അപ്പോൾ ഇത് കഴിഞ്ഞതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഡാൻസ് ക്ലാസ് പോകാനുണ്ട്. അപ്പോൾ ആ സമയത്ത് വാങ്ങാമെന്ന് കരുതിയിട്ട് ബാഗിൽ ഇടാൻ വേണ്ടി വെച്ചാണ്. മറന്നു പോകും അല്ലെങ്കിൽ ഞാൻ. അപ്പം അതൊക്കെ വെച്ചു. പിന്നെ ഞാൻ അവിടെയുള്ള നമ്മളെ ടേബിളല്ലേ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ഹാളിൽ വന്നിട്ട് അവിടെയും ടേബിളൊക്കെ വൃത്തിയാക്കി. ആദ്യം അവിടെയുള്ള ജനവാതിലും ഒക്കെ ഒന്ന് തുറന്നിട്ടു. ടേബിളൊക്കെ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി. എന്നിട്ട് ടേബിളൊക്കെ നന്നായിട്ട് തുടച്ചു. അപ്പോഴേക്ക് അപ്പൂസൊക്കെ ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി അവന് കുറച്ച് ചോക്കോസും ചായയൊക്കെ കഴിക്കുന്നുണ്ട്. ഇത് പൂജാ റൂമാണ് കേട്ടോ. അവിടെയും ഒന്ന് വൃത്തിയാക്കി. ഇത് നമ്മളെ സിറ്റ് ഔട്ടിൽ പേപ്പറൊക്കെ ഇന്നലത്തെയൊക്കെ എടുത്ത് മാറ്റി. അപ്പൂസിൻ്റെ ടോയ്സൊക്കെ ഉണ്ടാവും കേട്ടോ അവിടെയൊക്കെ. പിന്നെ നമ്മൾ ചെരുപ്പൊക്കെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ റെഡിയാക്കി. ആരെങ്കിലുമൊക്കെ വന്നാൽ മോശമല്ലേ. ഇത് അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മയെ മുടിയൊക്കെ ഞാൻ തോർത്തുണ്ടൊക്കെ കഴിച്ച് മാറ്റി പൗഡർ ഇട്ട് കൊടുത്തു, ചന്ദനം തൊട്ട് കൊടുത്തൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുക്കളയുടെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയൊരു ഭാഗം മാത്രമാണ് കേട്ടോ. അപ്പോഴേക്ക് ഇത്രയും പാത്രങ്ങളാണ് കേട്ടോ. അതെന്താ ചെയ്യുക, പാത്രത്തിന് ഒരു ഇതുമില്ലല്ലോ. എത്ര കഴുകിയാലും തീരില്ലല്ലോ. പിന്നെ ഞാൻ ജനവാതിലിൻ്റെ അടുത്തേക്ക് ഒന്ന് വന്ന് നോക്കിയപ്പം റൂമിൻ്റെ ജനവാതിൽ തുറന്നിട്ടതായിരുന്നു. അപ്പോഴത്തെ ഏട്ടന് നല്ല പണിയാണ് കേട്ടോ. ഏട്ടൻ ഇങ്ങനെ ലീവുള്ള ദിവസം അങ്ങനെ ഓരോ പണിയായിട്ട് നടക്കും കേട്ടോ. ഇത് ഞാൻ അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് മുന്തിരി കൊടുത്തതാണ്. എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഇടയ്ക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അമ്മയ്ക്ക് കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മയെ കൊണ്ട് കിടത്തിയതിന് ശേഷം പുതപ്പിച്ചൊക്കെ കൊടുത്ത് ഫാനൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ചൂടും അല്ലേ, അമ്മയ്ക്ക് അധികം തണുപ്പൊന്നും പറ്റില്ല, എന്നാലും ഫാനൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയത് ഇങ്ങനെ ഒരു ബേസിനിലാണ് കേട്ടോ കഴുകി വെക്കാറുള്ളത്. ഇത് പിന്നെ അമ്മയ്ക്കുള്ള കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ അതും ഇതേമാതിരി നന്നായിട്ട് കഴുകി കുക്കറിൽ വെക്കുകയാണ് കേട്ടോ. 8 വിസിലിൻ്റെ മുന്നേ അതെടുക്കും. പിന്നെ ഞാൻ ചിക്കൻ കറി ആയിരുന്നു കേട്ടോ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ ചിക്കൻ കറിയാണ് ഇവിടെ അധികം ഉണ്ടാവാറ് കേട്ടോ. അപ്പം അതും ഇതേമാതിരി അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ച് കുടുക്കിയൊക്കെ എടുത്ത് റെഡിയാക്കി. അപ്പോഴേക്ക് തീയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും രണ്ടാമതൊക്കെ തീയൊക്കെ കത്തിച്ച് ആദ്യം ഉലുവ ഇട്ടിട്ടോ. ഞാനിപ്പോൾ ഉലുവയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അധികം ഇങ്ങനെ ഉള്ളിയൊക്കെ വാട്ടാറ്. അപ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആദ്യം ഇങ്ങനെ ഒന്നും ചെയ്യാറില്ലായിരുന്നേ. ഇപ്പം നമ്മൾ ഓരോന്നിങ്ങനെ പരീക്ഷിച്ച് ഏകദേശം നമുക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് കിട്ടിയാൽ നമ്മളത് ചെയ്യുമല്ലോ. അതിലേക്കുള്ള സാധനങ്ങളാണ് ഇതെന്തൊക്കെയാണെന്നൊന്നും ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും എന്നെക്കാട്ടും നന്നായിട്ടൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയാലേ. എന്നാലും ഞാൻ പറയുകയാണ് കേട്ടോ. നമ്മൾ തക്കാളിയും കിഴങ്ങൊക്കെ ഞാൻ വല്ലപ്പോഴും ഇടാറുള്ളൂ കേട്ടോ. വറുത്തരച്ചിട്ടൊക്കെ ചെയ്യുമ്പോഴാണ് കിഴങ്ങ് ഇടാറുള്ളൂ. നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എല്ലാം ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം അതൊന്ന് അത്യാവശ്യം മൂടി വെച്ച് കഴിഞ്ഞാൽ വാടിക്കൊള്ളൂ കേട്ടോ. പിന്നെ ചിക്കൻ ഇട്ടു. ചിക്കനിൽ മസാലകളെല്ലാം ഇട്ടു. മസാലകൾ നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി,
ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി അങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചിട്ടുള്ള നമ്മൾ ചെറിയൊരു ഇതായിരുന്നു കേട്ടോ. അതും കുറച്ച് വെള്ളം അതിലും ആക്കിയിട്ട് അതായത് നമ്മൾ വിറകടുപ്പില്ലല്ലോ, അപ്പോൾ അടിയിൽ പിടിച്ച് പോകണ്ട വിചാരിച്ചിട്ട് അതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കുക കേട്ടോ. പിന്നെ കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ തേങ്ങ ഒക്കെ അരച്ച് ഒഴിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ മല്ലിച്ചപ്പ് ഞാൻ അത്യാവശ്യം വാങ്ങി വെക്കും കേട്ടോ. മല്ലിച്ചപ്പ് കറിവേപ്പിൻ്റെ ഇലയ്ക്ക് അധികം വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ അതും ഒഴിച്ചു കൊടുത്തു, ഒന്ന് വറവ് ഇട്ട് കൊടുത്തു കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ. അപ്പം അപ്പോഴേക്ക് സമയമൊക്കെ ഒരുപാടായി. അപ്പോൾ എനിക്ക് ഡാൻസ് ക്ലാസ്സിന് പോകാനുള്ള ടൈമായപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. വേഗം പോയിട്ട് മേലൊക്കെ കഴുകിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വീട്ടിലെല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫുഡ് കുറച്ച് കഴിച്ച് ഓടിയതാണ്. അപ്പോൾ അത് നടക്കാവാണേ നമ്മുടെ ഡാൻസ് ക്ലാസ് വരുന്നത്. അപ്പോൾ അങ്ങോട്ട് നടന്നു പോവുകയാണേ. അപ്പോൾ എൻ്റെ ഡാൻസ് ക്ലാസ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും കേട്ടോ. നമ്മുടെ സ്കൂൾ ഓഫ് ഡാൻസ്, അതാണ് കേട്ടോ എൻ്റെ ഡാൻസ് ക്ലാസ്. അപ്പം അവിടെ ചെറിയൊരു ഫുട്പാത്തുണ്ട്. അപ്പോൾ അതിൽ നടക്കാവ് ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് നടന്നാൽ ആണ് നമ്മുടെ സ്ഥലത്ത് എത്തുക കേട്ടോ. ഇത് നമ്മളെ സാറിൻ്റെ കാറാണേ. ഇപ്പോൾ ഇതാണ് സ്കൂൾ ഓഫ് ഡാൻസ്. അതിൻ്റെ മുകളിൽ 1ാമത്തെ നിലയിലാണ് കേട്ടോ നമ്മളെ ഡാൻസ് ക്ലാസ് വരുന്നത്. അപ്പോൾ സ്റ്റെപ്പൊക്കെ കയറി ഞാൻ പോവുകയാണേ. ഞാനിന്ന് ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ മോനും ഉണ്ടാവാറുണ്ട് എൻ്റെ കൂടെ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അന്ന് ഈസ്റ്ററും കൂടെ ആയിരുന്നു. അപ്പോൾ സ്റ്റെപ്പൊക്കെ കയറി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ക്ലാസ്സൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ സ്കൂൾ ഓഫ് ഡാൻസ് ഇത് കാണുമ്പോൾ എന്തോ ഒരു സമാധാനമാണെന്നറിയോ. നമ്മളൊരുപാട് ഈ സ്ട്രെസ്സും എല്ലാം ഒഴിവാകും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. എന്താണെന്നറിയില്ല, പ്രത്യേക ഒരു വൈബ്, എന്തോ ഒരു മാജിക്കാണ് അവിടെ എല്ലാവർക്കും. അപ്പം അതെല്ലാവരും ഞങ്ങളെപ്പോലുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യം കേട്ടോ. ഞാൻ ഒന്നാമത് സാറോട് പെർമിഷനൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ മോശമല്ലേ, ഇത്രയും വലിയൊരു സെലിബ്രിറ്റി. അതായത് ഞങ്ങളെ സംബന്ധിച്ച് സാറ് ഭയങ്കര 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 കൂളാണ് കേട്ടോ. നമുക്ക് അതായത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇതാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് ഒരു ചെറുതായിട്ട് എൻ്റെ ക്ലിപ്പൊക്കെ എടുത്താണ്. അത്ര ക്ലിയർ അല്ലാത്തോട്ടാണ് എന്നെ കാണാത്തത്. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഒരു 5 മണി വരെയൊക്കെ ഞാൻ അവിടെ ഇരുന്നു കേട്ടോ. ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ റീലൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു വീട്ടിലേക്ക് വരാമെന്ന്. എന്താ വെച്ചാൽ അമ്മയ്ക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് അധികം നേരം ഒന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ വേഗം വരാറാണ് പതിവ്. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ വീട്ടിലേക്ക് അമ്മയ്ക്കും മോനും ഒക്കെ ആയിട്ട് ചായയൊക്കെ വാങ്ങാൻ വിചാരിച്ചു. അവിടെ ഒരു ശരവണ ഹോട്ടലുണ്ട് കേട്ടോ. അവിടെ നിന്ന് അടിപൊളി ഉഴുന്നുവടയും പഴംപൊരിയും ബജിയും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങി. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നോ മരുന്ന് വാങ്ങാനുണ്ടെന്ന്. അപ്പം അത് 2 എണ്ണം വാങ്ങാനുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഏട്ടനാണ് കേട്ടോ വാങ്ങാറ്. അധികം ഏട്ടൻ പുറത്തു പോകുമ്പോൾ ഏട്ടൻ തന്നെയാണ് വാങ്ങാറുണ്ട്. പിന്നെ സൺഡേ ആയതുകൊണ്ട് ഞാൻ വാങ്ങാൻ പോയിട്ടോ. അങ്ങനെ ബസ്സൊക്കെ കയറി ഞാൻ തിരിച്ച് വരികയാണേ. അങ്ങനെ വീട്ടിലെത്തി മേലൊക്കെ കഴുകി നമ്മൾ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ രാത്രിയായി, ഏകദേശം സന്ധ്യയൊക്കെ ആയപ്പോൾ ഞാൻ വിളക്കൊക്കെ കത്തിച്ചു. അപ്പം എല്ലാവരോടും ഒന്നും കൂടി ഞാൻ പറയുകയാണേ, എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും പറ്റുന്ന മാതിരിയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.